അപ്പൊ നീ എന്താ തീരുമാനിച്ച പോളിയുടെ കാര്യം? അവനെ എൻ്റെ മകനായിട്ട് എൻ്റെ അനന്തരാവകാശമായിട്ട് സ്വീകരിക്കാൻ ഞാൻ അതിന് അനുവാദം കിട്ടാൻ വേണ്ടി ഞാൻ കാരണവന്മാരെ കല്ലറയിൽ തിരികെത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചേ. ഇനി പുണ്യാളുടെ ഒപ്പീനിയൻ കൂടി. പ്രാഞ്ചി, ഇപ്പോഴാണ് നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാവുന്നത്. സ്വർണം കൊണ്ട് പള്ളി പണിയുന്നവനല്ല. ഒരു മനുഷ്യ ജീവനെയെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ കഴിയുന്നവനാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാവുന്നത്. ഇതില് നമ്മൾ തോക്കൂലെന്നല്ലേ? എന്താണ് പ്രാഞ്ചി ജയവും തോൽവിയും? ആപേക്ഷികമാണത്. ജയിച്ചെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ ജയിച്ചവരാണോ? നേടിയെന്ന് നമ്മൾ കരുതുന്നവർ സത്യത്തിൽ എന്താണ് നേടിയത്? നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് നിന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ഒന്ന് കണ്ണടച്ചാൽ ഞാൻ നിനക്ക് 3 ദൃശ്യങ്ങൾ കാട്ടിത്തരാം. വിവാഹത്തിലൂടെ പ്രണയത്തിന്റെ ഗിരിനിര കീഴടക്കി എന്ന് നീ വിശ്വസിക്കുന്ന ജോസും ഓമനയും. ഞാൻ വിളിക്കാം. ഐ ടു ലവ് യു. ജോസ് വന്നു തോന്നുന്നു. ഗുഡ് നൈറ്റ്.